Hi all, welcome back to my channel Unique Eats. ഇന്ന് നമ്മൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. സോ ഇതിൻ്റെ ഒരു ഇതിലോട്ട് നമ്മൾ ഒഴിക്കുന്ന ആ ഒരു മിൽക്കാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര കേക്കിന് ഒരുപാട് ടേസ്റ്റ് കൊടുക്കുന്നത്. സോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി നോക്കാം. സോ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ആദ്യം നമുക്ക് ഈ ഒരു കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചിട്ടെടുക്കണം. സോ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, അത് എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. സോ അതിന് ശേഷം നമുക്ക് ഇതിനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മുട്ടയുടെ വൈറ്റും അതേപോലെ എഗ് യോക്കും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. സോ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിലോട്ട് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഈ ഒരു മുട്ടയുടെ ഒരു എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാത്രത്തിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പതഞ്ഞിട്ട് വരില്ല. സോ ഞാനിവിടെ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിട്ട് നമുക്ക് പാത്രം തിരിച്ച് വെച്ചാൽ കൂടി ആ ഒരു പാത്രത്തിലുള്ള കണ്ടൻറ്റ് വീയത്തില്ല. സോ ഇതേപോലെ തന്നെയാണ് ഇവിടെയും ഞാൻ വെച്ചേക്കുന്നത്. കണ്ടത് പാത്രം തിരിച്ച് വെച്ചാൽ കൂടെ ഈ ഒരു ബാറ്റർ താഴെ പോവാത്ത രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ട് മുട്ടയുടെ മഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ മഞ്ഞയും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഞാൻ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മുട്ടയുടെ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഓരോ മുട്ടയുടെ മഞ്ഞ ഓരോന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിലോട്ട് ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ, അത് കുറച്ചായിട്ട് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഈ പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ്, ആദ്യം ബാറ്ററിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ കേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും അതേപോലെ ഈ പാലിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതേപോലെ. സോ ഞാനിതെല്ലാം ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 1/2 kg കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നിലോട്ട് നന്നായിട്ട് അതായത് എണ്ണയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് ഞാനിതൊരു ബിരിയാണി പോട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാനിത് ഓവനില്ലാതെയാണ് ചെയ്യുന്നത്. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിലൊരു 25 to 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതേപോലെ ഞാൻ ഈ ഒരു ബിരിയാണി പോട്ട് ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു 25 to 30 മിനിറ്റ് നമുക്കതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു മിൽക്ക് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പാൽ വേണ്ട കേട്ടോ. പാലിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു മിൽക്ക് ഭയങ്കര കട്ടി കുറഞ്ഞിട്ട് തോന്നും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് 1/2 കപ്പ് പാൽ മതി. അതിലോട്ട് ഇതേപോലൊരു ടിന്നിൽ 3/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും. ഇത് മൂന്നുമാണ് നമ്മുടെ ഈ ഒരു മിൽക്കിന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മിൽക്ക് കേക്കൊക്കെ ട്രസ്ലച്ചസൊക്കെ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു മിൽക്കിലാണ് കേക്കിൻ്റെ മുഴുവൻ ഇരിക്കുന്നത്. കേക്ക് എത്രത്തോളം ഈ ഒരു മിൽക്ക് അബ്സോർബ് ചെയ്യുന്നോ അത്രത്തോളം കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, സോ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ട് നമുക്ക്
ഫുൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. സോ ഈ ഹോൾസ് ഇട്ടുന്ന പാർട്ട് ഇതിലില്ല. നിങ്ങൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കേക്കിൻ്റെ ഈച്ച് ആൻഡ് എവറി സൈഡ് നന്നായിട്ട് കുത്തിയിട്ട് അതിനെല്ലാത്തിനും ഹോൾസ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രസ്ലച്ചസിൻ്റെ മിൽക്ക് കേക്കിൻ്റെ മിൽക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് ഒഴിക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സ്ട്രോബെറീസും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി. സോ ഭയങ്കര വൈറലായിട്ടുള്ളൊരു കേക്കാണ്. പക്ഷേ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ശരിക്കും നമ്മൾ ഓരോ ബൈറ്റ് കഴിക്കുന്ന സമയത്തും കേക്കിനേക്കാൾ കൂടുതൽ ആ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.